ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിലപാട് മയപ്പെടുത്തി അമേരിക്ക. തൽക്കാലം ഇറാനിലേക്ക് ആക്രമണം വേണ്ടെന്ന നിലപാടിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. റഷ്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ യുഎസിനുണ്ടായിരുന്നു. ഇറാനിൽ ആക്രമണം ഉണ്ടായാൽ വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് റഷ്യ ശക്തമായ ഭാഷയിലാണ് അമേരിക്കയെ അറിയിച്ചത്. കൂടാതെ പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന യുഎസ് എയർബേസുകൾ തങ്ങൾക്ക് ഈസി ടാർഗറ്റുകളാണെന്ന ഇറാന്റെ ഭീഷണിയും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ട്രംപിന്റെ പിന്മാറ്റം. അതേസമയം 800 പ്രതിഷേധക്കാരുടെ വധശിക്ഷ ഇറാൻ മരവിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇറാനിലെ സാധാരണക്കാരെ, പ്രക്ഷോഭകരെ തൊട്ടാൽ ഞങ്ങൾ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് വലിയ വെല്ലുവിളിയൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഒന്ന് പുറകോട്ട് വലിയുന്നത്? റഷ്യയുടെ ഭീഷണിയാണോ, ഇറാന്റെ ഭീഷണിയാണോ, എന്താണ് അവിടെ സംഭവിച്ചത്? ഭവ്യ, ഇക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ നിലപാടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ പറഞ്ഞ പോലെ അമേരിക്കയുടെ പല രാജ്യങ്ങളിലുള്ള എയർബേസുകളെല്ലാം തങ്ങൾക്ക് വളരെ ഈസി ടാർഗറ്റാണ്, ഏറ്റവും എളുപ്പത്തിൽ തകർക്കാൻ കഴിയുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ മതസായുധ സൈന്യം അതിശക്തമായ രീതിയിൽ നിലപാടെടുത്ത് നിൽക്കുന്നു. അതുപോലെ ഇറാനിൽ നിന്നുള്ള മിലീഷ്യകൾ, അവിടുത്തെ ഭീകരവാദികൾ അടക്കമുള്ള ആളുകൾ ഇറാന്റെ ഭരണകൂടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് എത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇത് കൂടാതെയാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാട് വരുന്നത്. ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിശക്തമായ രീതിയിൽ തിരിച്ചടിക്കും. അത് പശ്ചിമേഷ്യയെ തന്നെ വലിയ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് റഷ്യയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക തത്കാലം ഒരു ആക്രമണം വേണ്ട എന്നുള്ള നിലപാടെടുത്തത്. നമുക്കറിയാം, ഇന്നലെ ചൈനീസ് കടലിലുണ്ടായിരുന്ന USS എബ്രഹാം ലിങ്കണൊക്കെ പശ്ചിമേഷ്യയിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. ഏത് രീതിയിലും ഒരു ആക്രമണം ഉണ്ടായാൽ, കടലിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അമേരിക്ക നടത്താനുള്ള ഒരു നീക്കമൊക്കെ നടത്തിയിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊടും തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു നിലപാടിൽ ഒരു മയപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും റഷ്യയുടെ ഭാഗത്തുനിന്നുള്ള ഒരു സമ്മർദ്ദ തന്ത്രം കൂടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും നിലവിലൊരു ആക്രമണം ഇറാനിൽ ഉണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭവ്യ, ശരി. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.